ഇന്ന് നമ്മൾ പഠിക്കുന്നത് സർക്കിൾസിലെ നമ്മുടെ ടെസ്റ്റിലെ അഞ്ചാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആണ്. നമ്മുടെ ടെസ്റ്റിലെ അഞ്ചാമത്തെ ചാപ്റ്റർ, നമ്മുടെ പുസ്തകത്തിലെ അഞ്ചാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആണ്. സർക്കിൾസിൽ ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. ഞാൻ O സെന്ററായ ഒരു സർക്കിൾ വരച്ചിരിക്കുകയാണ്. O കേന്ദ്രമായ ഒരു സർക്കിൾ. ആ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് എ, മറ്റൊരു പോയിന്റ് ആണ് ബി. സർക്കിളിലെ ഒരു പോയിന്റ് ആണ് എ, മറ്റൊരു പോയിന്റ് ആണ് ബി. സർക്കിളിലെ ഒരു ബിന്ദുവാണ് എ, മറ്റൊരു ബിന്ദുവാണ് ബി. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തു ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ ഒരു വര വരച്ചു. ഈ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡ്. സർക്കിളിന്റെ കോഡ്, സർക്കിളിന്റെ ഞാൻ എന്ന് വിളിക്കും. അപ്പോൾ ഒരു സർക്കിളിലെ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്കിളിന്റെ കോഡ്. ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന വരെ നമ്മൾ എന്ത് വിളിക്കും? സർക്കിളിന്റെ ഞാൻ എന്ന് വിളിക്കും. ഈ ഞാണിന് ലംബമായി ഒരു വര വരയ്ക്കാം. ഈ കോഡിന് ലംബമായി പെർപെൻഡിക്കുലറായി ഒരു ലൈൻ വരയ്ക്കുകയാണ്. എങ്ങനെയാ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നത്? ഈ വരയുടെ പകുതിയിൽ കൂടുതൽ നീളമെടുത്ത് അഗ്രബിന്ദുക്കൾ കേന്ദ്രമാക്കിക്കൊണ്ട് മുകളിലും താഴെയും ചാപങ്ങൾ വരച്ച്, ബി കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെ ഒരു ചാപം വരയ്ക്കുന്നു, താഴെ ഒരു ചാപം വരയ്ക്കുന്നു. ആ അകലം മാറ്റാതെ എയിൽ കുത്തിക്കൊണ്ട് ആ ചാപത്തെ ഖണ്ഡിക്കുന്നു, താഴെയും ഖണ്ഡിക്കുന്നു. അങ്ങനെ മുകളിലും താഴെയുമുള്ള ആ പല ലൈനുകൾ, ബിന്ദുക്കൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെർപെൻഡിക്കുലർ കിട്ടുന്നത്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടുന്നത്, ലംബ സമഭാജി കിട്ടുന്നത്. അങ്ങനെ ഈ കോഡിന് ഒരു ലംബ സമഭാജി വരച്ചാല് അത് സർക്കിളിന്റെ സെന്ററിൽ കൂടി കടന്നു പോകുന്നു എന്ന് ബോധ്യപ്പെടും. അപ്പൊ നിങ്ങൾ സർക്കിൾ വരയ്ക്കണം, സർക്കിളിൽ രണ്ട് പോയിന്റ് അടയാളപ്പെടുത്തണം, ആ കോഡ് വരയ്ക്കണം. ആ കോഡിനൊരു ലംബ സമഭാജി വരച്ചാൽ നിങ്ങൾ വരച്ച വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി, സെന്ററിൽ കൂടി ആ ലംബ സമഭാജി കടന്നു പോകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത് വരച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതുക: The perpendicular bisector of the line joining any two points on a circle passes through the center of the circle. ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടുന്ന വരയ്ക്ക് ലംബമായി ഒരു വര വരച്ചാൽ ആ വര വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകും. നമുക്കറിയാം, ഒരു വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനെ നമ്മൾ വിളിക്കുന്ന പേര് കോഡെന്നാണ്. അപ്പൊ ഈ ഡെഫിനിഷൻ നമുക്കൊന്ന് മാറ്റി പറയാം: The perpendicular bisector of any chord of a circle passes through the center. ഒരു സർക്കിളിന്റെ ഒരു കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ സർക്കിളിന്റെ സെന്ററിൽ കൂടി കടന്നു പോകും. ഇത് പ്രധാനപ്പെട്ട ആശയമാണ്. നിങ്ങൾ ബുക്കിൽ എഴുതുക. നിങ്ങൾ സർക്കിൾ വരയ്ക്കുക, ഒരു കോഡ് വരയ്ക്കുക. ആ കോഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നിങ്ങൾ വരയ്ക്കാമെങ്കിൽ അത് സർക്കിളിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് വൃത്തിയായി നിങ്ങളുടെ ബുക്കിലൊന്ന് വരച്ച് ബോധ്യപ്പെട്ട ശേഷം നിങ്ങൾ ഈ ഡെഫിനിഷനുകൾ അതിന്റെ താഴെ എഴുതുക. ഒന്നുകൂടെ പറയാം: The perpendicular bisector of any chord of a circle passes through its center. ഒരു വൃത്തത്തിന്റെ ഞാണിന്റെ ലംബം വൃത്ത കേന്ദ്രത്തിൽ കൂടി കടന്നു പോകും. എനിക്ക് ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഐഡിയയിലേക്ക് നമുക്കത് പോകാം. നോക്കാം. ഇവിടെ O കേന്ദ്രമായ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിലെ രണ്ട് പോയിന്റ് ആണ് എയും ബിയും. സർക്കിളിൽ രണ്ട് പോയിന്റ് ആണ് എയും ബിയും. ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോഡ് കിട്ടി. ആ സർക്കിളിലെ ഒരു കോഡാണ് എ ബി. ഇനി ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും, കേന്ദ്രത്തിൽ നിന്നും ഈ കോഡിലേക്ക് ഒരു ലംബം ഞാൻ വരയ്ക്കുകയാണ്. സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് ഒരു ലംബം വരച്ചു. അത് കോഡിനെ സി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടി. ആ ബിന്ദുവിന്റെ ഒരു പ്രത്യേകത നമുക്ക് നടന്നു നോക്കാം. എ തൊട്ട് സി വരെയുള്ള ലെങ്ത് ഞാൻ നടക്കുകയാണ്. എത്രയാ കിട്ടിയേ? 3.74. അതുപോലെ തന്നെ ഇത് ഞാൻ അളക്കുകയാണ്. എത്രയാ? 3.74.
അപ്പൊ രണ്ടും ഈക്വൽ പോയിന്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ സി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ചെന്ന് പതിക്കുന്നത് കോഡിന്റെ മിഡ് പോയിന്റിലാണ് അല്ലെ. അതായത് ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് കോഡിനെ ബൈസെക്ട് ചെയ്യും. ഇതും നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് വരച്ചു നോക്കി കണ്ടെത്താവുന്നതാണ്. കണ്ടെത്തിയതിനു ശേഷം നിങ്ങളുടെ ബുക്കിൽ എഴുതുക, ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. മറ്റൊരു തരത്തിൽ പറയാം, ഒരു കോഡിന്റെ മധ്യബിന്ദുവും സർക്കിളിന്റെ സെന്ററുമായി ജോയിൻ ചെയ്യുന്ന ലൈൻ കോഡിന് ലംബമായിരിക്കും. The line joining the center of a circle and the midpoint of a chord is perpendicular to the chord. ഇതും നിങ്ങളുടെ ബുക്കില് വൃത്തിയായി ഭംഗിയായി എഴുതുക.